അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാകാൻ ഒരുങ്ങി ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ശുഭാൻഷു ശുക്ല. എന്നാൽ ശുക്ലയും 3 പേരെയും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ നിശ്ചയിച്ചിരിക്കുന്ന ആക്സിയം 4 ദൗത്യം സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലെ ചോർച്ച പരിഹരിക്കുന്നതിനായി പലതവണ മാറ്റിവെച്ചിരിക്കുകയാണ്. ആക്സിയം 4 ദൗത്യത്തിന്റെ പുതിയ വിക്ഷേപണ തീയതി സ്പേസ് എക്സിൽ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ ശുഭാൻഷു ശുക്ലയ്ക്കൊപ്പം ചില അസാധാരണ യാത്രക്കാരും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ടാർഡിഗ്രേഡുകൾ അല്ലെങ്കിൽ വാട്ടർ ബിയറുകൾ എന്നറിയപ്പെടുന്ന ചെറിയ സൂക്ഷ്മജീവികളെ ISSൽ പരീക്ഷിക്കും. ഇന്ത്യൻ ബഹിരാകാശ നിലയം, ഗഗൻയാൻ ദൗത്യം എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ പരീക്ഷണങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ടാർഡിഗ്രേഡുകളെ എന്തുകൊണ്ടാണ് ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത്? വാട്ടർ ബിയറുകൾ അഥവാ ടാർഡിഗ്രേഡുകൾ ഉയർന്ന താപനില, ബഹിരാകാശത്തെ വികിരണം, ശൂന്യത എന്നിവയുൾപ്പെടെയുള്ള ഏറ്റവും കഠിനമായ പരിതസ്ഥിതികളിൽ അതിജീവിക്കാനുള്ള കഴിവിന് പേരുകേട്ട 8 കാലുകളുള്ള സൂക്ഷ്മജീവികളുടെ ഒരു ഇനമാണ്. 1773 ജർമ്മൻ ജന്തുശാസ്ത്രജ്ഞനായ ജോഹാൻ ഓഗസ്റ്റ് എഫ്രൈം ഗോയ്സ് ആണ് ഈ ജീവികളെ ആദ്യമായി വിവരിച്ചത്. ക്ലീനർ വാസർ ബാർ അല്ലെങ്കിൽ ചെറിയ ജലക്കരടി എന്ന് വിളിക്കുന്ന ടാർഡിഗ്രേഡുകൾ ഏകദേശം 600 ദശലക്ഷം വർഷങ്ങളായി ഭൂമിയിൽ നിലനിന്നിരുന്നുവെന്നും ഗ്രഹത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ച 5 പ്രധാന കൂട്ടവംശനാശ സംഭവങ്ങളെയും അതിജീവിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ബഹിരാകാശത്തെ കഠിനമായ അന്തരീക്ഷത്തിൽ ടാർഡിഗ്രേഡുകൾ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നതാണ് പരീക്ഷണങ്ങളുടെ ലക്ഷ്യം. അതിനാൽ ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ ബഹിരാകാശ യാത്രികരെ അവിടെ സുരക്ഷിതമായി നിലനിർത്തുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാൻ കഴിയും. ഒരു മുതിർന്ന ടാർഡിഗ്രേഡിന് സാധാരണയായി ഏകദേശം 0.5 മില്ലിമീറ്റർ നീളമുണ്ട്. 4 ജോഡി കാലുകളുമുണ്ട്. ഓരോ കാലിനും 4 മുതൽ 6 വരെ നഖങ്ങൾ പോലുള്ള അനുബന്ധങ്ങളുമുണ്ട്. സസ്യകോശങ്ങൾ, ആൽഗകൾ, മറ്റു ചെറിയ അകശേരുക്കൾ എന്നിവയുടെ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു സവിശേഷമായ വായ പോലുള്ള ഭാഗം ഈ ജീവികൾക്കുണ്ട്. ടാർഡിഗ്രേഡുകളെ എവിടെയാണ് കാണപ്പെടുന്നത്? ടാർഡിഗ്രേഡുകൾ എക്സ്ട്രീമോഫൈലുകളാണ്. അതായത് പർവ്വത ശിഖരങ്ങൾ, ആഴക്കടൽ, ഉഷ്ണമേഖല മഴക്കാടുകൾ, അന്റാർട്ടിക് മേഖല എന്നിവയുൾപ്പെടെ ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാ ജൈവ മണ്ഡലങ്ങളിലും അവയ്ക്ക് അതിജീവിക്കാൻ കഴിയും. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മനുഷ്യന് അറിയാവുന്ന ഏറ്റവും പ്രതിരോധശേഷിയുള്ള ജീവികളിൽ ഒന്നാണ് ടാർഡിഗ്രേഡുകൾ. -272.95 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന താപനിലയും 180 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയും പോലുള്ള അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവയ്ക്ക് കഴിവുണ്ട്. ബഹിരാകാശത്തു നിന്നുള്ള തീവ്രമായ അൾട്രാവയലറ്റ് വികിരണത്തെയും 40,000 കിലോപാസ്കൽ വരെ മർദ്ദത്തെയും, അതായത് കടൽ ഉപരിതലത്തിൽ നിന്ന് 4 കിലോമീറ്റർ താഴ്ചയിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിന് തുല്യം, ഇവയെല്ലാം ഈ കരുത്തുറ്റ ജീവികൾക്ക് നേരിടാൻ കഴിയും. ടാർഡിഗ്രേഡ് ഫിസിയോളജിയെക്കുറിച്ചുള്ള പഠനത്തിന് മനുഷ്യരാശിയുടെ പുരോഗതിക്കായി വിശാലമായ ഉപയോഗങ്ങളും പ്രയോഗങ്ങളും ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. കൂടുതൽ പ്രതിരോധശേഷിയുള്ള വിളകൾ വികസിപ്പിക്കൽ, ശക്തമായ സൺസ്ക്രീനുകൾ, ട്രാൻസ്പ്ലാന്റിനായി മനുഷ്യ കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ടാർഡിഗ്രേഡുകൾ ഈർപ്പരഹിതമാകുന്നതിനോടുള്ള പ്രതികരണമായി ആന്തരികമായി ക്രമരഹിതമായ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഉണങ്ങുമ്പോൾ സൈറ്റോപ്ലാസത്തെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ഗ്ലാസ് പോലുള്ള മാട്രിക്സ് രൂപപ്പെടുന്നു എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു.